ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് മറ്റൊരു ട്രിപ്പിൻ്റെ വ്ളോഗാണ്. ഇന്ന് വർക്കല പോവാണ്ടോ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ട്രെയിൻ എത്തുന്നതായിരിക്കും. ഓക്കെ, അവരൊക്കെ റെഡി ആയിരിക്കുകയാണ്. കൊള്ളാവല്ലോടി. അങ്ങനെ പറയുന്നവർക്ക് വെൽക്കം, ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് വെൽക്കം. വ്ളോഗ് റഷി 10 മണിയായി. സോ ഗൈസ്, നമ്മൾ ഫൈനലി വർക്കല എത്തിയിട്ടുണ്ട്. ഷൊർണൂരിൽ നിന്ന് 3 മണിക്ക് പോന്നിട്ട് ഇവിടെ 9 മണിയായപ്പോഴേക്കും നമ്മൾ വർക്കല ശിവഗിരി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ എന്താ പറയുക, നമ്മൾ വന്നിട്ടുള്ള ട്രെയിൻ പറയുന്നത് ജനശതാബ്ദി. അത് എല്ലാ സ്റ്റേഷനിലും നിർത്തില്ല കേട്ടോ. അത് ഒരു ആകെ മൊത്തം ഇതിന് 12 സ്റ്റോപ്പുള്ളൂ. അത് കാലിക്കറ്റ് ടു ട്രിവാൻഡ്രമാണ് ഇതിൻ്റെ എന്താ പറയുക ട്രെയിന്. അതിലാകെ 12 സ്റ്റോപ്പിലെ ട്രെയിൻ നിർത്തുള്ളൂ. അപ്പോൾ ഭയങ്കര സ്പീഡിൽ പോരും. സോ നമ്മൾ 9 മണിക്ക് ഇവിടെ എത്തി. നമ്മളെ ഇവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഇൻസ്റ്റയിൽ കണ്ടിട്ട് ഒരു റീല് ട്രെൻഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് അങ്ങനെ കണക്ട് ചെയ്താണ്, അവരെ കോണ്ടാക്ട് ചെയ്താണ്. സോ അവർ ഒരു ഇന്നോവയിൽ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നു. ദെൻ ഒരു ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയി, ഡിന്നർ കൊണ്ടുപോയി. ദെൻ അതിന് ശേഷം നമ്മളെ ഈ വീട്ടിലേക്ക് ഒരു വീടാണ്. ആക്ച്വലി അടിപൊളി, ഒരുപാട് സ്പേസ് ഉണ്ട്, നല്ലൊരു വീടാണ്. അപ്പോൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വീടൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി നാളെ മോർണിംഗ് 6:30 ആകുമ്പോഴേക്കും റെഡി ആവണം, അവർ പിക്ക് ചെയ്യാൻ വരും. സോ അപ്പോൾ നമ്മൾ ഇന്ന് വീട് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെയാണ് വീടിൻ്റെ അവസ്ഥ. അതായത് ഒരു സിറ്റിംഗ് റൂമുണ്ട്, പിന്നെ ഇവിടെയൊക്കെ ഓരോ റൂമുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊന്നും ആളില്ല. പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട്. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഏരിയ. ഇതിൻ്റെ അകത്ത് 2 റൂം. സോ ഇവിടെ റൂമുണ്ട്. ഇതിലൊക്കെ ആളുണ്ട്, നമുക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇവിടെ ആളുണ്ട്, എന്താ ചെയ്യാ. അയ്യോ, അവിടെയൊക്കെ ആളാണ്, നമുക്ക് കാണിക്കാൻ പറ്റില്ല. സോ AC ഉണ്ട്, വൈഫൈ ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഞാൻ ഇറങ്ങി വരുന്നത് അതെടുത്തത് പുലിമുരുകനാണല്ലോ, നിർത്തിക്കോട്ടെ. പൊളിയിലെ അതാണ് ഫുൾ വ്ളോഗില്. സോ ഗേസ്, നമ്മൾ
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി കയാക്കിങ്ങിന് പോവാണ്. ഇവിടുന്ന് നമുക്ക് വീട്ടിലേ കിട്ടിയുള്ളൂ കേട്ടോ. കാരണം ബാക്കി കാരണമുള്ളൂ, നേരത്തെ വന്നാൽ ദോശ കാര്യങ്ങൾ കാരണമുള്ളപ്പോൾ ഉള്ളത് കഴിച്ച് പോവാൻ വിചാരിച്ചു. ഇനി അടുത്ത കയാക്കിങ്. നമ്മൾ കയാക്കിങ് ചെയ്യാനുള്ള ഏരിയയിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും ബ്ലോഗേഴ്സായതുകൊണ്ട് അതിൻ്റെ ഒരു വൈബുണ്ട്. ഇവിടെ ഇതിനുള്ള ജാക്കറ്റ്സ് ഉണ്ട്. ഇതാണ് കയാക്കിങ് ചെയ്യണ ബോട്ട്. പിന്നെ അതാണ് കയാക്കിങ് സംഭവങ്ങൾ. ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടൽക്കാടുകളിലൂടെ ഉള്ളൊരു ട്രാവൽ അടിപൊളിയായിരിക്കും. സോ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അത് ശരി, ഇതൊക്കെ ഇങ്ങനെ നീണ്ടു കിടക്കാണല്ലേ? കൊച്ചി വരെ പോവും. കണക്ട് നിങ്ങൾ കുറച്ച് പൊട്ടന്മാർ ഒന്നും ചെയ്യാതിരിക്കുകയാണ് ഇവിടെ. നനയൂല്, ഞങ്ങൾ നനയും കേട്ടോ. എനിക്ക് എന്താ പറയാ, അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് മാറ്റണമായിരുന്നു. അപ്പം എനിക്ക് വീഡിയോ പിക്ക് എന്തെങ്കിലും കിട്ടും കരുതിയിട്ടാണ്. പക്ഷേ ഇവർ രണ്ടാളും തരിക പോലും ചെയ്തില്ല. അപ്പോൾ പിന്നെ ഡ്രസ്സ് മാറ്റിട്ട് തന്നെ വന്നാൽ മതി എന്ന് തോന്നിയപ്പോൾ അതാണ് ഓളൊരു സങ്കടം. ഇനി അവർ ഫ്ലോട്ടിങ് ചെയ്യാണ്. എമ്മ ബുദ്ധിമുട്ടറിയോ? ആളുണ്ട് അവിടെ ചുങ്കളെ ഇത് നീന്ത് വിളിച്ചില്ലേ ഇവിടെ? മറ്റേ ആംഗിളെടുക്ക അങ്ങോട്ട്. കുറച്ചുകൂടി അടുത്തേക്ക് ഇരുന്നോ? നന്ദയ്ക്ക് പാല് ചെയ്തു. വീഡിയോ നമ്മള് കരക്കണഞ്ഞോണ്ടിരിക്കാണ്. നമ്മളെ തോണി വഞ്ചി, നമ്മളെ വഞ്ചി തോണിയല്ല, വഞ്ചി അല്ല, കരക്കണഞ്ഞോണ്ട് നമ്മള് കരക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അതെ, പണ്ടത്തെ അതേ നമ്മൾ കയാക്കിങ് ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു തേങ്ങ റെസ്റ്റ് എടുക്കുക. ഇവിടെ അവള്, ഇവിടെ ഹന. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു വാട്ടർ മെഡിറ്റേഷൻ? നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങി, വെള്ളത്തിൽ ഉറങ്ങി. പിന്നെ ഇമ്മ ആരും എന്റെ കയ്യുമ്മ പിടിച്ച് ഇങ്ങനെ തൊട്ടേക്കാണ് ഞാൻ എണീച്ചത്. എങ്ങനെയായിരുന്നു ആ ഫീല്? ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ നല്ല രസമുണ്ടായി. ഞാൻ അറിഞ്ഞിട്ടില്ല, ആരും കേൾക്കാൻ കൂടിയും പറ്റില്ല. ഇങ്ങനെ ഉറങ്ങി ഞാൻ, ഇങ്ങനെ പോവാ. അയ്യോ, അടിപൊളിയായി. ഇത് നമ്മളെ ഹാഷിറിന്റെ നാടാണ് അല്ലേ? അതെ. ഏത് ഹാഷിർ? ഒരേ ഒരു ഹാഷിർ, നമ്മളെ ഹാഷിർ. വർക്കലയിലാണ് ഹാഷിറും ടീമും. പോലെ നാടാണ്. ഇവിടുന്ന് 2 കിലോമീറ്ററോ കുറച്ചുള്ളൂ, അടുത്താണ്. ഇവിടെ വരുമ്പോൾ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാം അല്ലേ? ഏതാണ്? കാളാഞ്ചിയാണോ അതോ അമ്പളഞ്ചി? കാളാഞ്ചി തവ ഫ്രൈ കഴിച്ചു നോക്കാം ഗൈസ്. വ്ളോഗേഴ്സ് എല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. ഈ ആംഗിൾ എടുക്കാൻ ഞാൻ എടുക്കണം. ഇങ്ങനെ ഈ കായൽക്ക് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടാക്കാൻ സമ്മതിക്കും, സർക്കാർ സമ്മതിക്കും.
മാന്തറ ബീച്ച്. ചെയ്ത് തരുന്ന ബീച്ചിൽ നിന്നും മാന്തറ. അതെ അതെ അതെ. നമ്മളിപ്പോൾ എവിടെയാണോ ശിഖ കേട്ടിയത്? പേരറിയില്ല. നമ്മൾ മാന്തറ കാൻഡിഡേറ്റ് അഭിനയിക്കാം വരുമോ? അടുത്ത ബീച്ചിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ആളുകൾ കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ബീച്ചിൽ വന്നതിന് ശേഷം ഈ കല്ലിൽ അങ്ങ് ഇരിക്കുക. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. She is always discussing with the girls. Wow, what a beautiful sunset. വെള്ളം വരണ്ടേ? വെള്ളത്തിനടുത്ത് പോയിക്കണം. Black sand beach. Black sand. Black. ഇതാണ് ഇവിടുത്തെ തേർഡ് ബീച്ച്. സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ബീച്ചാണ്. ഞാനിവിടെ കൂടുതൽ ഇറങ്ങരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബട്ടർഫ്ലൈനെ ഇതാണ് നോർത്ത് ക്ലിഫ്. പോണു അതിന് ക്ലിപ്പ് കത്തിക്കോ നമുക്ക് നോക്കാം ഗൈസ്. എവിടത്തെ നോക്കാം. രസമായില്ലേ? അത് പോണു സ്പീഡില്. ഇന്ത്യൻ എന്താണ്? അതിന് മുൾക്കോ? ആ ഇന്ത്യൻ സ്മോൾ ഉയരം. ആ നല്ല ഉയരായി. വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് വർക്കല. ഹായ്, ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ട്രൈ ചെയ്യണം. അതെ അതെ, ആസ് യൂഷ്വൽ മൈ ഫേവറേറ്റ് കൺട്രി. ആലോചിച്ചുണ്ടാക്കുമ്പത്തിന് കൊണ്ടാ ഒരു മിനിറ്റ് അങ്ങോട്ട് ഞാൻ പോവാം. അപ്പൊ ഞാൻ നിന്നോളാം. വേണ്ട, ഇവിടെ നിൽക്കാം. ഇല്ല. ഓ ഹായ് ഗൈസ്, നമ്മൾ കേബിൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജദായു എത്തി. ജദായു.
അടിച്ചാക്കണൊക്കെ ഇല്ല പെണ്ണെ, അന്ന ദിവസം വിളിച്ചാലേ. നിങ്ങളെ കുട്ടിയായിട്ട് ഉണ്ട ഉണ്ട നിങ്ങളത് കിട്ടിയിട്ടേ ജെനറ്റിക്സ് വിളിച്ചു ഇതിനൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ എത്തി. നേരത്തെ പോന്നിരുന്നേ, അതുകൊണ്ട് തന്നെ തിരക്കില്ലാതെ ഇത് കാണാൻ പറ്റി. ഇങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കാം. വ്യൂ ഒക്കെ കണ്ടങ്ങ് ആസ്വദിച്ചങ്ങ് നടക്കുവാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് 360 ഡിഗ്രിയിൽ കൊല്ലം ജില്ല മൊത്തം അങ്ങോട്ട് കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ ക്യാമറയിൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ബട്ട് നേരിട്ട് കാണാൻ അടിപൊളിയാ. ഇല്ല ഉണ്ടാവും. വ്യൂ പോയിന്റ് ഫുൾ ഗ്ലാസ് ഇട്ടിട്ട് ഇത് പോയി തരുമെന്നും പറയും. ഇഷ്ടം പോലെ ഉണ്ട്. ഈ സൈഡല്ല, എല്ലാ അനു എന്നെ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ഭയങ്കര വെയിലാവും. കാരണം നമ്മള് നേരത്തെ എത്തി അല്ലേ, 11:03 റിട്ടേൺ തിരിച്ചു പോവാണ്. അപ്പൊ പിന്നെ ആവുന്നുള്ളൂ. അപ്പൊ ഇനി കാര്യമായിട്ടൊന്നുമില്ല. ഇനി നമ്മളെന്ത് ചെയ്യാൻ പോണേ? വന്ദേ ഭാരത് വന്ദേ ഭാരതിൽ തിരിച്ചു പോകുന്നു. അപ്പൊ ടൂർ കഴിയും. ബൈ. വന്ദേ ഭാരത് കിട്ടിയാലുണ്ടാവും. വന്ദേ ഭാരതില് എന്റെ വീഡിയോ കിട്ടിയുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ കഴിയൂട്ടോ. കാരണം വന്ദേ ഭാരത് ചുന്നറ് പോണോണ്ട്. ഞാൻ ഈ റെയിലിന്റെ ഫ്ലാറ്റ് ഈ പാളത്തിൽ കൂടി ആൾക്കാർ അറ്റൻഡ് ചെയ്ത് പോണ്ടാറുണ്ട്. ആ വന്ദേ ഭാരതിൽ പോവുകയാണ്. ട്രിപ്പ് ഇവിടെ ട്രെയിൻ യാത്ര അവസാനിച്ചു. അതെ, ഇപ്പൊ ഫുഡൊക്കെ വീട്ടിൽ പോകാം. ക്ലാരിറ്റി കുക്കീസ്